ക്രിയേറ്റേഴ്സ്, ഡ്രീം ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു ഗ്രിഡ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ചില പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെ ഒറ്റ ഇമേജ് കട്ട് ചെയ്തിട്ട് പല പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പ്രൊഫൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒറ്റ ഇമേജ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇമേജ് പല ഇതിൽ സ്പ്രെഡായിട്ട് കിടന്നിട്ടുള്ളത്. ആ ഒരു ടൈപ്പ് നമുക്ക് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഞാനൊരു പോസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഈ പോസ്റ്റർ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ സൈസിൽ ഡിസൈൻ ചെയ്തെടുക്കുക പോസ്റ്റർ. അതിനുശേഷം ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഇത് പല മെത്തേഡിലും ചെയ്യാൻ പറ്റും, പല സോഫ്റ്റ്വെയറിലും യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് ഇന്ന് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ആ സെയിം സൈസിൽ തന്നെ സ്ക്വയർ സൈസിൽ തന്നെ സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ആർട്ട് ബോർഡ് നമുക്ക് 9 കൊടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോർ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ സ്പേസിങ് 0 കൊടുക്കാം. അതിനുശേഷം ഗ്രിഡ് ബൈ റോ കൊടുക്കാം. കോളം 3 തന്നെ കൊടുക്കണം. അതായത് നമ്മൾ 3 കോളംസാണ് വരാം. 4 കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് കറക്റ്റ് ശരിയാവില്ല വരുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയാം 3 കോളമായിട്ടാണ് വരാം. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാം. 9 ആർട്ട് ബോർഡ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ഇതിൽ ചേർന്നുണ്ടെങ്കിൽ 2 ഇത് കൊടുത്താൽ മതി. ആർട്ട് ബോർഡ് 6 കൊടുത്താൽ മതി. അപ്പോൾ 2 റോ ആയിട്ട് ചെയ്യാം. ക്രിയേറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കാം. നമുക്കിങ്ങനെ 9 ആർട്ട് ബോർഡ് വരും. ഇതൊക്കെ ഓരോ സെപ്പറേറ്റ് ആർട്ട് ബോർഡാണ്. പക്ഷെ ഇത് സ്പേസ് കുറവായിട്ട് അടുപ്പിച്ച് വന്നിരിക്കുന്നതാണ്. ആ ഒരു ഫസ്റ്റ് ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇമേജിന് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. കറക്റ്റ് വെച്ചിട്ട് ആ ഒരു സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇത് മൊത്തം ആർട്ട് ബോർഡിൽ ഇത് 9 ആർട്ട് ബോർഡാണ്. അതിൽ കറക്റ്റായിട്ട് കൊള്ളിക്കാൻ നോക്കാം. ട്രിം വ്യൂവിൽ വന്നിട്ട് കറക്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അത് പുറത്തേക്ക് വെക്കണമൊക്കെ ഹൈഡായിട്ട് കാണാൻ പറ്റും. ട്രിം വ്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഇത്ര ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ടൈപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതൊരു പോസ്റ്റ് അങ്ങനെ സെപ്പറേറ്റ് 9 പോസ്റ്റാണ്. അപ്പോൾ നമ്മളിത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് പോസ്റ്റ് ചെയ്യാം ഫസ്റ്റായിട്ട്. അതിനുശേഷം മേലോട്ട് 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എന്നാലും കറക്റ്റ് കിട്ടുള്ളൂ. ഒരിക്കലും ഫസ്റ്റ് നിന്ന് ലാസ്റ്റ് വരെ പോസ്റ്റ് ചെയ്യരുത്. അപ്പോൾ മൊത്തം തെറ്റും. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫയൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ആസ് ഒരു ഫോൾഡർ അങ്ങനെ ഉണ്ടാക്കാം. കാരണം അത് 9 ഇത് വെച്ചിട്ട് വരും. ഞാനിപ്പോൾ ഗ്രിഡ് പോസ്റ്റ് ഓക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. അതിനുശേഷം യൂസ് ആർട്ട് ബോർഡ്സ് എന്നുള്ളത് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തതിന് ശേഷം ഓൾ കൊടുക്കാം. റേഞ്ച് കൊടുക്കരുത്. അപ്പോൾ ഒരെണ്ണമൊക്കെ വരുള്ളൂ. തെറ്റിക്കെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഓൾ കൊടുത്താൽ മതി. അതിനുശേഷം എക്സ്പോർട്ട് അടിക്കാം. നിങ്ങൾക്ക് വേണ്ട സൈസും റെസൊല്യൂഷനും കാര്യങ്ങളും സെലക്ട് ചെയ്യുക. ഞാൻ ഒരു മീഡിയം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഓക്കെ അടിക്കുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗ്രിഡ് പോസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. 9 പോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് സേവ് ആയിട്ടുള്ളത് കാണാം. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ലാസ്റ്റ് നിന്ന് ഈ 9ാമതുള്ള പോസ്റ്റ് വെച്ച് ഫസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ നമ്മളെ ഗ്രിഡ് പോസ്റ്റ് റെഡിയായി. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ടൈപ്പ് ഇതും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. സെയിം മെത്തേഡ്. ഫസ്റ്റ് ഡിസൈൻ ചെയ്യാം. ഒരു സ്ക്വയർ സൈസ് അല്ലെങ്കിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇല്ലുസ്ട്രേറ്ററിൽ ഇതുപോലെ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ആർട്ട് ബോർഡായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് പല മെത്തേഡും പല സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു.